ശ്രീ മഹാദേവി നമോ നമഃ. ശ്രീമദ് ദേവി മഹാത്മ്യ പഠന ശിബിരത്തിലെ 8ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. മഹിഷാസുര സൈന്യത്തെ വധിച്ചു. ഇനി മഹിഷാസുര വധാണ് 3ാം അധ്യായം. ഓം നമഃചണ്ഡികായ. അഥ തൃതീയോധ്യായ മഹിഷാസുരവധ ധ്യാനം. ഓമുദ്യദ്മാനസഹസ്രകാന്തിമരുണക്ഷൗമാം ശിരോമാലികം രക്താലിപ്തപയോധരാം ജപവടിം വിദ്യാമഭീതിം വരം ഹസ്താം ചേർത്തൃനേത്രവിലസ വക്താരവിന്ദശ്രിയം ദേവീം ബദ്ധഹിമാം ശുരത്നമുകുടാം വന്ദേ അരവിന്ദസ്ഥിതാം. ഓം ശ്രുവാച. നിഹന്യമാനം തത്സൈന്യം അവലോക്യ മഹാസുര സേനാനി ചിക്ഷുരക്കോപാൽ യയൗ യോധവതാംബികാം സദേവീം ശരവർഷേണ വവർഷസമരേ സുര യഥാ മേരുഗിരേ ശൃംഗം തോയവർഷേണ തോയത തസ്യ ചിത്വാ തതോ ദേവി ലീലയൈവ ശരോൽക്കരാൻ ജഘാനതുരകാൻ ബാണേ അന്താരം ചൈവ വാചിനാം ചിച്ഛേദ ച ധനുസ്സദ്യോധ്വജം ചാദിശമുച്ഛ്രിതം വിവ്യാത ചൈവ ഗാത്രേഷു ചിന്നധന്വോ അനമാശുകൈ സച്ചിന്നധന്വാ വിരതോ ഹതാശോ ഹതസാരഥി അഭ്യദ്ധാവതതാം ദേവീം ഗഡ്ഗചർമ്മധരോസുര സിംഹമാഹത്യ ഗഡ്ഗേന തീഷ്ണധാരേണ മൂർധനി ആജഘാനഭുജേ സവ്യേ ദേവീമപ്യതിവേഗവാൻ തസ്യാ ഗഡ്ഗോഭുജം പ്രാപ്യ പഫാലനൃപതന്ദനാ തതോ ജഗ്രാഹശൂലം സാ കോപാതരുണലോചന ചിക്ഷേപ ച തതസ്സു ഭദ്രകാള്യം മഹാസുര ജാജ്വല്യമാനം തേജോഭി രവിബിംബം ഇവാം പരാത് ദൃഷ്ട്വാ തഥാ പതച്ഛൂലം ദേവീ ശൂലമമുഞ്ജത തച്ഛൂലം ശതതാതേന നീതം സ ച മഹാസുര ഹതേ തസ്മിൻ മഹാവീര്യെ മഹിഷസ്യ ചമൂപതോ ആജഗാമ ഗജാരൂഢ ക്ഷാമരസൃശാർദന സോവിശക് മുമോജാത ദേവ്യാസാമംബികാദ്രുതം ഹുങ്കാരാപി ഹതാം ഭൂമൗ പാതയാമാഥ നിഷ്പ്രഭാം ഭഗ്നാം ശക്തിം നിപതിതാം ദൃഷ്ട്വാ ക്രോധസമന്വിത ചിക്ഷേപ ചാമരശൂലം ബാണൈ സദവിസാച്ചിനത് തതസിംഹസമുൽപത്യ ഗജകുംഭാന്തരേ സിത ബാഹുയുദ്ധേന യുയുധേ തേനോച്ഛേത്സരസാരിണാം യുധ്യമാനോ തതസ്ഥൗ തു തസ്മാനാഗാൻ മഹിം ഗതോ യുയുധാതേതി സംരബ്ധോ പ്രഹാരേരതിതാ തതോ വേഗാൽഘമുൽപത്യ നിപത്യച്ച മൃഗാരിണാകരപ്രഹാരേണ ശിരച്ചാമരസ്യ പൃഥകൃതം ഉദഗ്രജരണേ ദേവ്യ ശിലാവൃക്ഷാദിബിർഹത ദന്തമുഷിതലേ ചൈവാകരാളച്ച നിപാതിത ദേവീ ക്രുദ്ധാഗതാപാദേ ചൂർണയാമാസ ചോദ്ധതം ബാഷ്കളം ബിന്ദിപാലേന ബാണേ സാമ്രം തദാന്തകം ഉഗ്രാസ്യമുഗ്രവീര്യം ച തദൈവ ച മഹാഹനം ത്രിനേത്രാ ച ത്രശൂലേന ജഗാന പരമേശ്വരീ ബിഡാലസ്യാസിന കായൽപാതയാമാസ വൈശിര ദുർധരം ദുർമുഖം ചോഭൗ ശരേ നിന്യേയമക്ഷയം ഏവം സംക്ഷീയമാണേ തു സ്വസൈന്യേ മഹിഷാസുര മാഹിഷേന സ്വരൂപേണ ത്രാസയാമാസ താൻ ഗണാൻ കാംചിത്തുണ്ടപ്രഹാരേണ ഗുരക്ഷേവൈ സദാപരാൻ ലാംഗുല താടിതാം ശാന്യാൻ ശൃംഗാഭ്യാം ച വിതാരിതാൻ വേഗേന കാംചിതപരാൻ നാദേന ഭ്രമണേന ച നിശ്വാസപവനേന അന്യാൻ പാതയാമാസ ഭൂതലേ നിപാത്യ പ്രമഥാനീകം അഭ്യദ്ധാവതസോസുര സിംഹം ഹന്തും മഹാദേവ്യ കോപം ചക്രേ തതോംബിക സോഭിക്കോപാൻ മഹാവീര്യ ഘുരക്ഷുണ്ണമഹീതല ശൃംഗാഭ്യാം പർവ്വതാനുച്ഛാൻ ചിക്ഷേപച്ച നനാദച്ച വേഗഭ്രമണവിക്ഷുണ്ണാമഹീതസ്യം വ്യശീരത ലാംഗുലേനാഹതച്ചാബ്ദി പ്ലാവയാമാസ സർവത ദുദശൃംഗവിഭിന്ന ച ഖണ്ഡം ഖണ്ഡം യയുർഘന ശ്വാസാനിലസ്താ ശതശോ നിവേതുർനവസോ ചല ഇതി ക്രോധസമാന്മാദം ആപതന്തം മഹാസുരം ദൃഷ്ട്വാ സാ ചണ്ഡികാ കോപം തദ്വധായ തഥാകരോത് സാക്ഷിപുതാ തസ്യ വൈപാശം തം ബബന്ധ മഹാസുരം തത്യാജമാഹിഷം രൂപം സോവിബദ്ധോ മഹാമൃതേ തതസിംഹോ ബവൽ സദ്യോ യാവത്തസ്യാംബികാ ശിരാചിനത്തി താവൽ പുരുഷ ഖഡ്ഗപാണിരദൃശ്യത തദയേവാശുപുരുഷം ദേവീ ചിച്ഛേദസായകൈ തം ഖഡ്ഗചർമ്മണാ സാർദ്ധം തതസോപുന്മഹാഗജ കരേണ ച മഹാസിംഹം തം ചകർഷ ജഗർജ ച കർഷദസ്തു കരം ദേവീ ഖഡ്ഗേന നിരകൃന്ദത തതോ മഹാസുരോ ഭൂയോ മാഹിഷം വപുരാസിത തഥൈവ ക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം തത ക്രുദ്ധാ ജഗന്മാത ചണ്ഡികാപാനമുത്തമം പപൗ
പുനഃ പുനഃശൈവ ജഹാസാരുണലോചന നനർദസ്യാസുരസോഭീബലവീര്യമതോദ്ധത വിഷാണാഭ്യാം ചിക്ഷേപ ചണ്ഡികാം പ്രതിബോധരൻ സാചതാൻ പ്രഹിതാംസ്തേന ചോർണയന്തീ ശരോൽക്കരെ ഉവാച തന്മതോദ്ധൂതാമുഖരാകാകുലാക്ഷരം ദേവി ഉവാച ഗർജഗർജക്ഷണം മൂഢാ മധുയാവൽപിബാമ്യഹം മയാ ത്വയി ഹതൈത്രൈവ ഗർജിഷ്യന്ത്യാശു ദേവത ഋഷിരുവാച ഏവമുക്ത്വാ സമുൽപത്യ സാരൂഢാ തം മഹാസുരം പാദേനാക്രമ്യ കണ്ഠേ ച ശൂലൈനൈനമതാടയത് തതസോപി പതാക്രാന്ത തയാ നിജമുഖാത് തഥാ അർദ്ധനിഷ്കാന്ത ഏവാസിൽ ദിവ്യാ വീര്യേണ സംവൃത അർദ്ധനിഷ്കാന്ത ഏവാസൗ യുധ്യമാനോ മഹാസുര തയാ മഹാസിനാ ദിവ്യാ ചിരച്ചിത്വാ നിപാതിത തതോ ഹാഹാകൃതം സർവം ദൈത്യസൈന്യം നനാശത്തത് പ്രഹർഷം ച പരം ജിഗ്മു സകലാ ദേവതാഗണ തുഷുവുസ്താം സുരാദേവീം സഹ ദിവ്യേർമഹർഷിഭി ജുഗുർഗന്ധർവപദയോ നനൃദുഃസാപ്സരോ ഗണാഃ ജുഗുർഗന്ധർവപദയോ നനൃദുഃസാപ്സരോ ഗണാഃ. ഓം ഇതി ശ്രീ മാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരി ദേവീമാഹാത്മ്യേ മഹിഷാസുരവധോ നാമ തൃതീയോധ്യായ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവി നമോ നമ. ശ്രീമദ് ദേവി മഹാത്മ്യ പഠന ശിബിരത്തിലെ 8ാമത്തെ എപ്പിസോഡ് മഹിഷാസുരവധത്തോടു കൂടിയിട്ട് സമർപ്പിച്ചു. ഇനി അടുത്തത് ഇന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള സ്തുതിയാണ്. അത് അടുത്ത എപ്പിസോഡിൽ ശക്രാധികൃത ദേവി സ്തുതി എന്നത് 4ാം അധ്യായമാണ്. അത് അടുത്ത എപ്പിസോഡിൽ പറയാം. ശ്രീ മഹാദേവി നമോ നമ.